ഹലോ, ഇത് IKEA ഷോപ്പിംഗ് പാർട്ട് 2 ആണ്. പാർട്ട് 1 വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതെന്തായാലും കാണണം. ഈ വീഡിയോയിൽ നമ്മൾ കിഡ് സെക്ഷനും ഹോം ഡെക്കറുമാണ് കാണിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ അതൊരു കിഡ്സ് ഏരിയയാണ്. കണ്ണന് നമുക്ക് ബർത്ത്ഡേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഇതവരിങ്ങനെ ഒരു കിച്ചൺ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ IKEAയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ ലിവിങ് ഏരിയ, കിച്ചൺ, ബെഡ്റൂം ഒക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് നമ്മുടെ ഇപ്പോൾ പുതിയ വീടൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേമാതിരി തന്നെ സെറ്റ് ചെയ്യാനും പറ്റും. പലരും അങ്ങനെ ചെയ്യാറുണ്ട്. ഉണ്ട്, ഇത് അവരൊരു കിച്ചൺ മോഡൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊരു ലിവിങ് ഏരിയയുടെ ഒരു മോഡലാണ്. എങ്ങനെ ഒരു കിഡ്സ് റൂം, ഒരു കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ലിവിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്യാം എന്നുള്ളത്. ഇതൊരു ഓഫീസ് റൂം ലുക്കാണ്. അതുപോലെ ഇപ്പുറത്തതാ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് പോലെയുണ്ട്. ഇതിൻ്റെയൊക്കെ റേറ്റും എവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പം ഏകദേശം ഇങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്ത് വരുമ്പോൾ, അതായത് ഈ IKEAയുടെ സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വരുമ്പോൾ ഏകദേശം എത്ര റേറ്റ് ആവും എന്നുള്ളത് നമുക്കിത് റേറ്റ് നോക്കിയാൽ മനസ്സിലാവും. ഒരു വീടിൻ്റെ ഒരു പ്ലാനാണ്. ഒരു 55 മീറ്റർ സ്ക്വയറിലൊക്കെ വരുന്ന വീടിൻ്റെ പ്ലാനാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഇവരെങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കണമെന്നുള്ളത്. ഇതൊരു ബെഡ്റൂമാണ്. മുകളിൽ കുറച്ച് സ്റ്റോറേജും വാർഡ്രോബും മിററും ഒക്കെ ഉണ്ട്. ഒരു കുഞ്ഞി തൊട്ടിലൊക്കെ ഉണ്ട്. കണ്ടത് നമ്മളൊരു വീട്ടിലെത്തിയ മാതിരി തന്നെയുണ്ട്. ഓ, അപ്പൊ ഇവിടെ നിന്നാണ് ശരിക്കും ഇതിന്റെ തുടക്കം കേട്ടോ. അന്നെന്താ ചെയ്യുന്നത്? ഇവിടെ ഡ്രോയിങ്ങിന്റെ വരച്ചു. കൈ എടുത്തപ്പോൾ പോന്നു തോന്നുന്നു. ഇത് ബാത്ത് ടബാണ്. കണ്ണന് ഓൾറെഡി നമ്മൾ ഇങ്ങനത്തെ ഒരു ബാത്ത് ടബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ണനൊരു സ്റ്റെപ്പ് വാങ്ങിച്ചു ബ്രഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. കാരണം കണ്ണന് എത്തില്ല, മിററൊന്നും കാണാൻ എത്താത്തതുകൊണ്ടൊരു സ്റ്റെപ്പ് വാങ്ങിച്ചു. ഇത് കുട്ടികളുടെ ബേബി ചെയറാണ്, പല ടൈപ്പ്. പിന്നെ അതേമാതിരി പോട്ടി. ഓൾറെഡി കണ്ണന് ഇങ്ങനത്തെ ഒരു പോട്ടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നാട്ടിലാണ്, നമ്മൾ വരുമ്പോൾ കൊണ്ടുവരാൻ പറ്റിയില്ല. ഇതെന്താണ്? ഇത് ഭക്ഷണം കഴിക്കണതല്ലേ?
ഭക്ഷണം കഴിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ കണ്ടോ. ഫുഡ് അല്ല, ഫുഡ് ഡ്രസ്സിലാവാതിരിക്കാൻ. അതിനിടാ, അത് ഒന്നിച്ചുള്ളതാ. ഇത് കുടിക്കാനുള്ളത്. ഇത് ഒന്നിച്ച് വാങ്ങിത്തരാം, നിൽക്കും. ഒന്നായിട്ട് കിട്ടില്ല, ഒന്നിച്ചിട്ടാണ്. ഇത് കുഞ്ഞു കുഞ്ഞു ടേബിളൊക്കെയാണ് കുട്ടികൾ. പിന്നെ അതേമാതിരി ഇതാ കുഞ്ഞു കുട്ടികൾക്ക് കിടക്കാൻ വേണ്ടിയിട്ടൊക്കെ തോന്നുന്നു, ഡയപ്പർ ചേഞ്ചിങ് ഒക്കെ. കുഞ്ഞു പിള്ളേരുടെ കട്ടിലാണ്. പിങ്കൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. ഇതൊക്കെ കുഞ്ഞു പിള്ളേരുടെ ടോയ് സ്റ്റോറേജ് ആണ്. നമുക്കിങ്ങനെ വീട്ടിൽ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കബോർഡും അഡോബൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ടോയ്സൊക്കെ എടുത്ത് വയ്ക്കാൻ കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരിക്കും. കുറേ കുഞ്ഞു ചെയറും കുഞ്ഞി ഇതൊക്കെയുണ്ട്. അത് 249. 249. അത് എവിടെയും കാണാനില്ല. കണ്ട. ഹലോ, ഇത് ഇവരൊരു കിഡ്സ് റൂം ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇതേ ചെയറും ടേബിളും ഒക്കെ ആയിട്ടുണ്ട്. ഇതൊന്നും പിന്നെ നമുക്ക് അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത ഏരിയ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നൊന്നും നോക്കാൻ പ്ലാനില്ല. വെറുതെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഓടിച്ച് കാണിച്ചു തരാം. ഇത് 8 ഒരു പാക്കാണ്. നമ്മൾ ടേബിളിന്റെ ഒക്കെ തുമ്പത്തൊട്ടിട്ടുണ്ട്. കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ വളരെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ആയി. പക്ഷേ നല്ല വിശപ്പ്. അപ്പം നമ്മളിവിടെ ഒരു ഫുഡ് കോർട്ടിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഏട്ടെന്താ ഫുഡ് എടുക്കാൻ പോയിരിക്കുകയാണ്. നമ്മൾ കണ്ണൻ ഇനി നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനെ നോക്കി ഞാനിവിടെ ഇരിക്കുകയാണ്. നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു അല്ലേ? കണ്ണൻ എന്തൊക്കെയാണ് വാങ്ങിച്ചേ? പിന്നെ കണ്ണന് ബ്രഷ് എടുക്കാനും പത്തരം അപ്പാപ്പ കഴിക്കാനും ഒക്കെ വാങ്ങിച്ചു. ഒക്കെ നമ്മൾ കാണിച്ചു തരാം അല്ലേ? നമ്മൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ.
നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാൻ പറ്റും. പൈസ കൊടുക്കണമെന്നേ. അല്ല, കഴിച്ചു കഴിഞ്ഞിട്ടാണ് പൈസ കൊടുക്കേണ്ടത്? അല്ല, കഴിക്കുന്നതിന് മുന്നേ. ഓക്കെ. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ വിശന്ന് നല്ല ടയേർഡായിരുന്നു. വൈകുന്നേരം 5 മണിക്കാണ് നമ്മളന്ന് ലഞ്ച് കഴിച്ചത്. പിന്നെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, പ്രധാനമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് കണ്ണനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഇപ്രാവശ്യം നമ്മൾ സെലക്ട് ചെയ്തത് ഒരു ടെൻറ്റാണ്. അവനൊരു റെഡ് ആൻഡ് വൈറ്റ് കളർ ടെൻറ്റിൽ കളിക്കുന്നത് കണ്ടിരുന്നു. അപ്പോൾ ആ ടെൻറ്റാണ് നമ്മൾ അവന് വേണ്ടിയിട്ട് വാങ്ങിച്ചത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ് സെക്ഷനിൽ നമ്മൾ കാണുന്ന സാധനങ്ങൾ അവർ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നതാണ്. അതിന് കൂടെ ഒരു നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പർ നോക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഐക്കിയുടെ ഗോഡൗൺ ഉണ്ട്, അവിടെ വന്നിട്ട് നമ്മളത് കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടോ? അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്തു. എന്നിട്ട് നമ്മളിപ്പോൾ ബില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ബില്ല് ചെയ്ത് പുറത്തിറങ്ങുന്നിടത്ത് നമ്മൾ ഇതുപോലൊരു കൂട് കണ്ടിരുന്നു. അത് നമുക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ളൊരു ബോക്സാണ്. അതായത് ക്രിസ്മസ് സീസണിൽ അച്ഛനമ്മമാരൊന്നും ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവർ ടോയ്സ് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ടോയ് വാങ്ങിച്ചിട്ട് കൊടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൂട്ടിലിടാവുന്നതാണ്. അവർ ഓർഫണായിട്ടുള്ള കുട്ടികളെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് എത്തിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ IKEA ഷോപ്പിംഗ് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.